ഹലോ ഗായ്സ്, സത്യമത്സരത്തിലേക്ക് സ്വാഗതം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ക്വിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് പോകണം. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഹലോ ഗായ്സ്, സത്യമത്സരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് 11:50 ഇവിടെ ഇറങ്ങണം. സോ ഇപ്പോൾ എണീറ്റ് ഫ്രഷായി കുളിച്ച് ഡ്രസ്സെല്ലാം ഇട്ടു. ഇനി വല്ല ഉണ്ടാക്കണം. സോ നമുക്കിവിടെ ദോശമാവുണ്ട്. നമുക്കിതിനകത്ത് ദോശമാവ് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ സമയം കാരണം നമ്മളെല്ലാം സെറ്റാക്കി വെച്ച ദോഷമാണ് പൊടിച്ച് വന്നിട്ട് കലക്കിയെടുക്കാം. നമ്മളിത് വെള്ളം ഒഴിക്കുന്നില്ല, കൂടുതൽ വെള്ളമായിരിക്കും. കുറച്ച് ഉപ്പിട്ട് നമ്മൾ കലക്കി സെറ്റിലേക്ക് കൂടെ വെക്കാം. അപ്പോഴത്തേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിക്കുള്ള സാധനം റെഡിയാക്കാൻ നമുക്ക് 11:00 ഡ്യൂട്ടി പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകണമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ എണീറ്റ് അപ്പോൾ ചോദിച്ചു ഡേ മൈനിലായിട്ട് കാണിക്കാൻ വിചാരിച്ചു. കാരണം ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് സെറ്റാക്കി വെച്ച് ദോഷമാണ്. നമുക്ക് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് പോകാൻ വേണ്ടി ഒരു വേണം. നമുക്കില്ലേ ചിലവില്ലാത്തതുകൊണ്ട് വിച്ചാത്തി കുത്തിയാണ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കുകയാണ്, മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. സോ അത് പെട്ടെന്ന് ചെയ്തിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. ഗ്യാസ് ഒക്കെ രാത്രി ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡക്ഷൻ്റെ ചായക്കുള്ള നോക്കാം. അപ്പത്തെ ചായക്കുള്ള വെക്കാൻ വെച്ച് ദോശ ഉണ്ടാക്കി വരുന്ന ചായയൊക്കെ അതിനിടയ്ക്ക് ചമ്മന്തി കൂടെ ഉണ്ടാക്കാം. പെട്ടെന്ന് കഴിക്കാൻ വേണം. നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പൂരിയും വേണം. സമയമില്ല, സമയത്താണ് എടുക്കണം. നമ്മൾ കുറച്ച് നെയ്യ് കൊടുക്കണം. നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി വെള്ളം ഇടാറ്, പിന്നെ ആട്ടം മാത്രമേ വെള്ളം ഇടുള്ളൂ, അതൊന്നും ഇടത്തില്ല. തിളച്ച് ഇത് കടുപ്പായിട്ട് വരും. ഗൈസ്, നമ്മളിവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായതാ. ദോശ തന്നെ ഇവിടെ ഇതാകുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ചായ 11:20 ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോകും. ഇനി ബാക്കിയുള്ള വീഡിയോസ് ഡ്യൂട്ടി കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ കുക്കിങ്സ് ഇത്രേ ഉള്ളൂ. ഇനി പെട്ടെന്ന് കഴിക്കണം, കാരണം സമയമാവുന്നുണ്ട്. ദോശയും കഴിയുന്നുണ്ട്. സോ ബാക്കി പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ബൈ.
ഗേസ് മേലെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇന്നലെ ഇലക്കിയിട്ട് ഡ്രസ്സാണ് ഉണങ്ങിയിട്ടുണ്ടോ അത് മഴ പെയ്തിട്ടെല്ലാം വെള്ളം അതും കൂടി എടുത്ത് വെച്ചിട്ടാണ് പോവാൻ. നേരത്തെ 12 ഡ്രസ്സെല്ലാം കിടക്കും, ഇതൊക്കെ എടുക്കട്ടെ. ഗേസ് അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തു, പെട്ടെന്ന് പോകണം. 11:55 ഇതൊക്കെ ഇറങ്ങണം, എന്നാലേ നമുക്ക് കേബ് കിട്ടുള്ളൂ. കേബിന് വേണ്ടിയിട്ട് നടക്കണം. 12:15 ആണ് കേബ്. ഓക്കെ ഗേസ് നമ്മൾ ബാഗ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വീട് നോക്കി. നമുക്ക് നടന്ന് പോവാം. നമ്മൾ യൂണിഫോം ഇട്ട് ഇനി നമുക്ക് റെഡി ആവാം. മേക്കപ്പ് ചെയ്യണം, ഹെയർ ചെയ്യണം, ഒരു കോട്ട് ഇടാണ്ട് അത് ഇടണം, എന്നിട്ട് കാണിക്കാം. നമ്മൾ ഡ്യൂട്ടിക്ക് കയറി. ഫസ്റ്റത്തെ റൂം IP ഇടാൻ വേണ്ടി വന്ന് മിനി വർക്ക് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഒരു റൂം റെഡി ആയി കഴിഞ്ഞ് പിന്നെ അത് ഇൻസ്പെക്ട് ചെയ്യണം, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ റൂം റിലീസ് ചെയ്യാം. സോ ഞാൻ റൂം റിലീസ് ചെയ്യാമെന്നതാണ്. സമയം 8 മണിയായി. ടൂറിസ്റ്റ് റിലീസ് ചെയ്യാൻ പോവാം. ഇന്ന് ഭയങ്കര തിരക്കാണ്, അപ്പോൾ കൂടെ നടക്കുകയാണ്. സോ ഇന്നത്തെ ഡ്യൂട്ടി ഫിനിഷായി. ഇന്നൊരു ആക്രമണം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഫിനിഷായി. പോവാൻ സമയം, പോട്ടെ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വർക്ക് കാര്യങ്ങൾ നമ്മൾ എന്താ കഴിച്ചത്? ദോശ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം വെച്ചാൽ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ദിവസം. നല്ല തിരക്കുണ്ടായിരുന്നു, 58 ചെക്കൗട്ട് ഉണ്ടായിരുന്നു. സോ അത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയതുപോലെ ഞാൻ ആഡാക്കി. ഇനിയും വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം എടുക്കാം, നല്ല ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. പിന്നെ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിവിടെ നൈറ്റ് പഴംപൊരി കഴിക്കാമെന്ന് വെച്ചു. സമയം 11:23. പഴംപൊരി ചായയും കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പം ഇത് ഇത്രേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു. സീ യു.